ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് പാവയ്ക്ക ഇതുണ്ട്. പാവയ്ക്ക കയ്പ്പയ്ക്ക എന്നൊക്കെ പറയില്ലേ, ഇതുകൊണ്ടൊരു മീൻ കറി വെക്കാം. ഇത് തൃശ്ശൂരുകാരുടെ ഒരു വെപ്പാണ്. ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, മരിച്ചോ മരിച്ചില്ലയോ, അവർക്ക് എന്തായാലും മീനിൻ്റെ മണമുള്ള എന്തെങ്കിലും കൂട്ടണം. മീൻ കൂട്ടാൻ പറ്റില്ലല്ലോ, വാലായ്മയല്ലേ. അപ്പം മീൻ കൂട്ടാൻ പറ്റാത്തതിന് അവർ പാവയ്ക്ക ഇങ്ങനെ കറി വയ്ക്കും കേട്ടോ. അവരെന്നല്ല, ഞങ്ങളും വയ്ക്കും. എന്നുവെച്ചാൽ തൃശ്ശൂരുകാരെല്ലാവരും വയ്ക്കുന്ന ഒരു കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇതാ പാവയ്ക്ക കേട്ടോ. പാവയ്ക്ക ഒരു വലിയൊരു പാവയ്ക്കായിരുന്നു, അതിൻ്റെ പകുതി എടുത്തുള്ളേ. പിന്നെ അത് സബോള, പിന്നെന്തുവാണ് അതിൻ്റെ അടിയിൽ, ഇതിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കൂടുതലൊന്നും ഇടണ്ട, കാരണം ഞാൻ ഇതിൽ വേറെ പച്ചമുളക് ഇടുന്നുണ്ട്. ഇതാ ഒരു 4 പച്ചമുളക് ഇതുണ്ടേ, ഒരു വലിയ തക്കാളി. ഈ പുളിയൊന്നും പോരാ, ഞാൻ ഈ കുടംപുളി കളിപ്പിക്കാൻ വേണ്ടിയിട്ടതാണ്. ഇത് കുടംപുള്ളിയുടെ ഒരു കഷ്ണം. തൃശ്ശൂരുകാർ കുടംപുള്ളി ഇടില്ല, ഈ ഇതില്ലേ മീനിലിടും, പക്ഷെ അവർ ഈ ഇങ്ങനെ വെജിറ്റബിൾ വെക്കുന്നതിലെടുത്തില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, നാളികേരം ഒന്നും ചേർക്കാതെ അരയ്ക്കുന്നത് കേട്ടോ, വെറും നാളികേരം അരയ്ക്കത്തുള്ളൂ. ഇതെന്താണെന്ന് പറഞ്ഞാൽ വാളംപുളിയുടെ ജ്യൂസാണ്. ഇതിവിടെ വാളംപുളി എന്ന് പറയുന്ന സംഭവം ഇവിടെ നിരോഹിത കുടുംബമാണ്. എന്നാലും ആളിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിക്കുകയാണ്. എനിക്ക് ഈ തക്കാളിയുടെ പുളിയൊന്നും പോരാ, ഇച്ചിരി അത് ഒഴിക്കണം. പിന്നെ ഇതിട്ടാൽ വേറൊരു ടേസ്റ്റാണ്. നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മുടെ കുടുംബത്തെ. നല്ലതാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ വേറൊരു ടേസ്റ്റായിരിക്കും. വാളംപുളിയാകുമ്പോൾ നല്ലത്. ഈ തക്കാളി തൊട്ട് പോരാതാണ്, തക്കാളിയുടെ ഈ പുളി പോരാ. ഇനി ഇതെല്ലാം കൂടെ ഞാൻ മൺചട്ടിയിലാണ് ഉപയോഗിക്കുന്നത്. ഈ മൺചട്ടിയിലോട്ടിട്ടാം. ഇതിലൊന്നുമില്ല, മഞ്ഞൾപ്പൊടി ഇച്ചിരി, ഇത് മാത്രമേ ഉള്ളൂ. മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി, കുറച്ചേ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അതൊക്കെ ഈ പറഞ്ഞ പോലെയാണ്, കൂടുതൽ ചേർത്താൽ വിവരം അറിയും. ഇതാ തക്കാളി, ഒരു കഷ്ണം കുടംപുളി, പിന്നെ ഇതോണ്ടേ 4 പച്ചമുളക്. ഇതെൻ്റെ അമ്മ തന്ന പച്ചമുളകാണേ. ഞാനിത് കാണിച്ചായിരുന്നല്ലോ, നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ? കണ്ടോ, ഇതാണ് എൻ്റെ മമ്മി എനിക്ക് ഇന്നലെ വീട്ടിൽ ചെന്നപ്പം തന്നു വിട്ട മുളക്. മമ്മിയുടെ സ്വന്തം ചെടിയിലുണ്ടായതാണ്, എനിക്ക് വേണ്ടി അവിടെ പറിച്ചെടുത്ത് വെച്ചിരുന്നത്. അടുത്തത് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്. മീൻ ചേർക്കുന്ന എല്ലാം ചേർക്കണം കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇവനെ അങ്ങ് വേവിക്കാം. ഈ വാളംപുളി പിന്നെ ചേർക്കാം, ഒന്ന് ഒരുവിധം വെന്ത് വരട്ടെ, എന്നിട്ട് ചേർക്കാവേ. ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വേവിക്കാം. ഇതിലോട്ട് ഇച്ചിരി വെള്ളം ചേർത്ത്, അധികം വെള്ളം ചേർക്കണമെന്നില്ല, ഇതൊക്കെ വേഗം വേവും. വെള്ളം ചേർത്ത് ഒന്ന് ഉണ്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി ഇവ നമുക്ക് ഇച്ചിരി നേരം വേവിക്കാം, വെന്ത് വരട്ടെ. പാവയ്ക്ക വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ നാളികേരം ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, നമ്മുടെ പാവയ്ക്ക വെന്തോന്ന് നോക്കാം. പാവയ്ക്കൊക്കെ വെന്തിട്ട് കുറച്ച് നേരമായി. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചില പണികൾക്കൊക്കെ പോയി. ഇത് വെന്തു, നന്നായി വെന്തു. ഈ ധൃതി പിടിച്ച് ഓരോന്നും ചെയ്യുമ്പോൾ പലതും ഇടാൻ മറന്നു. കറിവേപ്പില ഇട്ടില്ലായിരുന്നു, അതുപോലെ തന്നെ ഉപ്പും ചേർത്തില്ലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്ന് പാവയ്ക്ക വെന്തോന്ന് നോക്കാൻ വേണ്ടി തുറന്നപ്പം വായി വെച്ച് നോക്കിയപ്പോൾ ഉപ്പില്ലെങ്കിൽ പിന്നെ എന്നാ ജീവിതം, എന്ത് കറി. അപ്പം ഞാൻ ചെയ്തു, ഉപ്പ് ചേർത്തു, എന്നിട്ട് വേവിച്ചു. പിന്നെ അടപ്പൊന്ന് മാറ്റി എൻ്റെ മീൻ വറക്കുന്ന ചട്ടിയാണിത്. കണ്ടോ ഗായ്സ്, ഇവിടെ ഇച്ചിരി പൊട്ടിപ്പോയി, കുറച്ചട പൊട്ടിപ്പോയി. എങ്ങനെ പൊട്ടിയെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി ഇതിൽ മീൻ വറുത്താൽ അടി പിടിക്കുമോ എന്നറിയത്തില്ല. ഞാൻ അവിടെ കറിവേപ്പില വയ്ക്കും. വലിയ ചട്ടി, ഈ ചട്ടിയുടെ ഇത് പെണ്ണുണ്ടോ, ഇതിങ്ങനെ ഈ സ്റ്റീലിൻ്റെ സ്റ്റാൻഡുണ്ട് ഇതിൻ്റെ അടിയിൽ. എൻ്റെ അനിയത്തി കൊടുത്തു തന്നാൽ ബോംബെന്ന്. എത്ര കാലമായി ഇതിൽ തന്നെ മീൻ വറുക്കൽ. അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അവിടെ കറിവേപ്പില വെച്ചടച്ച് ഞാൻ മീൻ വറുക്കും, വിട്ടു കൊടുക്കൂല. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി നമ്മുടെ വാളംപുളി ജ്യൂസ്
ഞാനിത് കുറച്ചേ ചേർക്കുന്നുള്ളൂ, എനിക്ക് ധൈര്യമില്ല ചിലപ്പോൾ ചീത്ത പറഞ്ഞാൽ. എന്നിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ, ഒന്ന് തിളക്കട്ടെ. ഇത് ശരിക്കും വാളംപുളിയൊക്കെ ചേർത്താൽ ശരിക്കും അറിയും. ഡാഡിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. വാളംപുളിയൊക്കെ രക്തം വെള്ളമാക്കുന്നതാണ്, അതാണ് ഇതാണ്, ആവശ്യത്തിന് ചേർത്താൽ മതി എന്ന് പറയും. ഓക്കെ, നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. ഞാനിത് അടുപ്പത്തോട്ട് വെച്ചിട്ടില്ലേ, ഞാൻ മുറ്റത്തോട്ട് പോയി. ഇച്ചിരി പണി മുറ്റത്ത് ഒക്കെ പായൽ പിടിച്ച് കിടക്കുവാണേ. ആരോഗ്യമൊന്നുമില്ല, എന്നാലും അവിടെയൊക്കെ ഒന്ന് അടിച്ച് വിട്ട്. ഓക്കെ, നന്നായി തിളച്ചേ. ഇനി നമ്മുടെ എന്താ പറയുക, തേങ്ങ അരച്ച് വെച്ച്, തേങ്ങ മാത്രമുള്ള 5-6 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില എത്ര ഇട്ടാലും തികയത്തില്ല. ഓ, ഇതെന്താണ് പിന്നെ വീഴാത്തത്? കൈ പിടിച്ചല്ലേ വീഡിയോ എടുക്കുന്നത്. ഞാൻ നാളികേരം അതിലോട്ട് ചേർത്തിട്ട് കാണിക്കാം. നാളികേരവും ആ നാളികേരം അരച്ചതിൻ്റെ അരപ്പും എല്ലാം കൂടെ ചേർത്ത് ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ. ഇച്ചിരി ഉപ്പ് കുറവായിരുന്നേ, ഞാൻ ഇച്ചിരി ഉപ്പിട്ടു. ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, ഉപ്പിട്ടു. പിന്നെ ഇതിൽ ചേർത്തേണ്ട ഒരു കാര്യമുണ്ട്, എന്തെന്നറിയാം, ഇച്ചിരി ഉലുവാപ്പൊടി. നമ്മുടെ മീനിനൊക്കെ ഉലുവാപ്പൊടി ചേർക്കുമല്ലോ, ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഭയങ്കരമായിട്ട് വെട്ടിത്തിളയ്ക്കണ്ട. ഒന്ന് നന്നായിട്ട് ഒരു തിള വരുമ്പോൾ നമുക്കത് നിർത്തി ഉള്ളി മൂപ്പിക്കാം. കടുക് വറുക്കുകയല്ല, ഉള്ളി മൂപ്പിക്കുക. സാധാരണ ഞങ്ങൾ മീനിൽ ഉള്ളി മൂപ്പിക്കുകയാണ് ചെയ്യുക. നമ്മൾ തേങ്ങ അരച്ച് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ ഉള്ളി മാത്രമേ മൂപ്പിക്കുകയുള്ളൂ. പക്ഷേ ഇതിന് ഞാനൊന്ന് കടുക് പൊട്ടിച്ച് നോക്കട്ടെ, എന്താ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം. പച്ചക്കറിയല്ലേ, കടുക് പൊട്ടിക്കാം. ഓക്കെ, അത് കാണിക്കാം. അതോടുകൂടി ഞാനിതിവിടെ നിർത്തും. ഇത് കറിവേപ്പിലൊക്കെ താനല്ല കേട്ടോ. നമ്മുടെ കറിയിലേക്ക് കടുക് പൊടിച്ചിട്ട് ഞാനിത് കടുക് ഇട്ടേ. ഞാൻ കടുക് ഇട്ടിട്ട് ആദ്യമായിട്ട് ചെയ്യാണ് കേട്ടോ. ഉടൻ തന്നെ അടയ്ക്കുക, അല്ലെങ്കിൽ ആ കടുക് പൊട്ടിച്ചതിൻ്റെ മണമൊക്കെ പോവും. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. നല്ല രുചിയാണ്. പാവയ്ക്കയുടെ കയ്പൊന്നും അറിയില്ല, പുളി ചേർക്കുന്നതുകൊണ്ടേ. ഓക്കെ.